ബേസിക്സിൻ്റെ സ്റ്റിയറിംഗ് സൈഡിൽ റൈറ്റ് സൈഡിൽ താഴെ വരുന്ന കുറച്ച് ബട്ടൺസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ 100% ആവണം, അല്ലെങ്കിൽ പവർ ഡിസ്കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഗണ്ണ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ വണ്ടിയിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗണ്ണ് വലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് വണ്ടി എടുത്ത് പോവുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പവർ ഡിസ്കണക്ട് ചെയ്യാനുള്ള സമയമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക, ആ ഗണ്ണ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ലേ, വിഷൻ എക്സ്. നമ്മൾ ഈ ഗ്ലാസ്സിൽ കാണിക്കുന്ന പ്രൊജക്ഷനെ നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഞാനത് ഓഫാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ആ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓഫ് ആവുന്നതും ഓൺ ആവുന്നതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇത് ട്രാക്ഷൻ്റെ ബട്ടണാണ്. ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ്റെ ബട്ടണാണ്. ചെറിയ മറ്റുള്ള സർഫസുകളിൽ വണ്ടി സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻസ് ഒന്നും കാണില്ല. ജസ്റ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ ഡിസെൻ്റ് ആണ്. അതായത് നമ്മളൊരു പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഇറങ്ങിറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിൽ ഇട്ടിട്ട് വണ്ടി ഒന്ന് പിടിച്ചിറങ്ങും. ഇതിന് പകരം നമ്മൾ ഹിൽ ഡിസെൻ്റ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇറങ്ങിറങ്ങുമ്പോൾ വണ്ടി ഒന്ന് പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹിൽ ഡിസെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓട്ടോ ഹോൾഡാണ്. ഓട്ടോ ഹോൾഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോ ഹോൾഡിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയുടെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കാലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ഓട്ടോ ഹോൾഡ് ഒരു തവണ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ എനേബിൾ ആയിട്ട് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതുപോലെ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. നമ്മൾ ഡ്രൈവിലേക്ക് ഇടുന്ന സമയത്ത് ഓട്ടോ ഹോൾഡ് എനേബിൾ ചെയ്തുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ഗ്രീൻ കളറിലേക്ക് കൺവേർട്ട് ആവും. ഇനി ഞാൻ ഈ ബ്രേക്കുമെന്ന് കാലെടുത്ത് കഴിഞ്ഞാലും എന്താവില്ല, വണ്ടി മുന്നോട്ട് പോകില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ബ്രേക്കുമെന്ന് കാലെടുത്തു, വണ്ടി ഡ്രൈവിലാണുള്ളത്. ഓട്ടോ ഹോൾഡ് എനേബിൾ ആയി കിടക്കണതുകൊണ്ട് എന്ത് ചെയ്യില്ല, വണ്ടി മുന്നോട്ട് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ ഹോൾഡ് യൂസ് ചെയ്യുക. ഇത് കട്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളർ കട്ടാവും, വണ്ടി മുന്നോട്ട് പോകും, അത് വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ആവും. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ആ ഒരു പാർക്കിംഗ് സെൻസർ എനേബിൾഡ് ആയിരിക്കും. ഇപ്പം ഞാൻ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു സെൻസറിന് ചുറ്റും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബീപ്പ് സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരെ മറിച്ച് ഇത് എനേബിൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതൊരു ഓറഞ്ച് കളറിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സെൻസറിൻ്റെ ഭാഗത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താവില്ല, ആ സെൻസർ ബീപ്പ് സൗണ്ട് അടിക്കില്ല. അത് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്.